ഇന്ന് നമുക്ക് സിൽക്ക് സാരിയിൽ 3950 3950 റേഞ്ചിൽ വന്നിരിക്കുന്ന സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അല്ലാതെ ഉപയോഗിക്കാനും ഒക്കെ നല്ല സാരീസാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ഗോൾഡൻ്റെ വർക്കുകളൊന്നും വരുന്നില്ല, സെൽഫ് എംബോസ്ഡ് വർക്കുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നില്ല, അല്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ എൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും കളർ കോമ്പിനേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന സാരി. ഇത് കണ്ടോ, സെൽഫ് എംബോസ്ഡ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് മുന്താണി വരുമ്പോൾ ആ ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വരും. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതൊരു ഗ്രീനിഷ് ടോണിലേക്ക് മുന്താണി വരുമ്പോൾ ഇതേപോലെ ഗ്രീനിഷ് ടോണിൽ, ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ സെൽഫ് എംബോസ്ഡ് ത്രെഡ് വ്യൂ വർക്കാണ് വന്നിരിക്കുന്നത്. മുന്താണിയിലും അങ്ങനെ തന്നെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ബ്ലൗസും അതേപോലെ ഒരു സെൽഫ് എംബോസ്ഡ് വർക്ക് വന്നിട്ട് സ്ലീവെൻറ്റിൽ ഈ ഒരു ബോർഡർ വരും. സാരി നമ്പർ 1. സാരി നമ്പർ 2 വരുമ്പോൾ നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ ആൻഡ് ഒരു പേർപ്പിൾ ഷെയ്ഡിലേക്ക് വരും. നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ ആൻഡ് പേർപ്പിൾ ഷെയ്ഡ്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അപ്പോൾ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസും അതേപോലെ തന്നെ ആ ഒരു മുന്താണിയുടെ അതേ ഡിസൈനിലും അതേ കളറിലും വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ നേവി ബ്ലൂ ആൻഡ് ഒരു പേർപ്പിൾ കോമ്പിനേഷൻ. നേവി ബ്ലൂ ആൻഡ് പേർപ്പിൾ കോമ്പിനേഷൻ. ബ്ലൗസ് വരുമ്പോഴും അതേപോലെ തന്നെ ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. സ്ലീവെൻറ്റിൽ ഇങ്ങനെ ഒരു ബോർഡറും കൂടെ വരും. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്, സിൽക്ക് സാരീസാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ്. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ ഒരു ബേജ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. സാരി നമ്പർ 4 ബേജ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ മുന്താണിയുടെ അതേ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ല സാരി കേട്ടോ. പിന്നെ സെറിയുടെ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് നല്ലൊരു പാറ്റേണാണ് ഇതൊക്കെ. ഇതാണ് അടുത്തത്. ഗ്രീൻ ആൻഡ് ഒരു പേർപ്പിൾ കോമ്പിനേഷൻ. ഗ്രീനിൽ കണ്ടോ ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ പോലെ വന്നിരിക്കുന്ന ഗ്രീൻ ആൻഡ് ഒരു പേർപ്പിൾ കോമ്പിനേഷൻ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ നമുക്ക് ഇതിന് കോൺട്രാസ്റ്റ് ഇല്ല, സെൽഫ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ. ഒരു കിങ് ഫിഷർ ബ്ലൂയിലേക്ക് വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെ ഇപ്പോൾ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതേപോലെ സെയിം ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ കണ്ടോ നല്ലൊരു ഒരു വൈൻ പേർപ്പിൾ, ഒരു ആ വൈൻ പിങ്ക് ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു സഫയർ ഗ്രീൻ ടോണിലേക്ക് വരുന്ന സാരി. ഇതിനൊന്നും കോൺട്രാസ്റ്റ് ബോർഡർ ഇല്ല കേട്ടോ. സാരി നമ്പർ 8. ഇപ്പോൾ കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കോൺട്രാസ്റ്റ് എടുക്കാം, അല്ലാത്തവർക്ക് സെൽഫ് ടോണിൽ വന്നിരിക്കുന്ന എടുക്കാം. ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 9. ഗ്രീൻ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 9. അടുത്തത് വരുന്നത് ഒരു സാരി നമ്പർ 10 ഒരു ഓറഞ്ച് ടോണിലേക്ക് വരും. ഒരു ബ്രിക്ക് ഓറഞ്ച് ടോണിലേക്ക് വരുന്ന സാരി. സാരി നമ്പർ 10. സാരി നമ്പർ 11 എഗെയിൻ ബ്രിക്ക് ഓറഞ്ചിൻ്റെ തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബ്രിക്ക് ഓറഞ്ചിൽ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ബോർഡർ വരുമ്പോൾ ഇത് വരും. സാരി നമ്പർ 11. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനോ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ നല്ല ഷെയ്ഡാണ് കേട്ടോ, നല്ല സാരീസ്. അടുത്തത് വരുന്ന സാരി നമ്പർ 12 നല്ലൊരു ഭംഗിയുള്ളൊരു ബേജിൻ്റെ ഒരു ടോൺ, ഒരു ബിസ്ക്കറ്റ് ടോൺ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ. സാരി നമ്പർ 12. എൻ്റെ ഒന്ന് ക്ലോസർ വ്യൂ കാണിച്ചോ ഡിസൈൻ. ഇത് സാരി നമ്പർ 12. സാരി നമ്പർ 13 സെയിം കളർ തന്നെയാണ്, ബോഡിയിലുള്ള ഡിസൈനിൽ വ്യത്യാസമുണ്ട്.
ബോഡിയിലെ ഡിസൈൻ ദേ ഇങ്ങനെ വരും. ഇതാണ് ബോർഡർ വരുന്നത്. ബോർഡർ എന്ന് പറഞ്ഞാൽ സെൽഫ് ടോൺ തന്നെയാണ്. ബ്ലൗസ് വരുമ്പോൾ എല്ലാം നമുക്ക് ആ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസാട്ടോ വരുന്നത്. ഇതേപോലെ. സാരി നമ്പർ 13. സാരി നമ്പർ 14 വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് അഗെയിൻ. ഇതേ ഒരു പർപ്പിൾ വിത്ത് ഒരു യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ മസ്റ്റാർഡ് യെല്ലോയിലേക്ക് വരുന്ന സാരി. അപ്പം ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു മുന്താണിയുടെ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആ കളറിൽ തന്നെ. 15 വരുമ്പോൾ നമുക്ക് സെയിം കളർ ടോൺ തന്നെയാണ്. ഒള്ളി നമുക്ക് ഡിസൈനിൽ വരുന്ന വ്യത്യാസം. ഇത് കണ്ടോ, ഡിസൈൻ ഇങ്ങനെ 15 മുന്താണി ഇങ്ങനെ വരും. 16 വരുമ്പോൾ ഒരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. 16 മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ ഡിസൈൻ കാണാമോ? മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഗ്രീൻ 16. 17 എഗെയിൻ സെയിം കോമ്പിനേഷൻ, ഡിസൈനിൽ മാത്രമുള്ള ഡിഫറൻസ്. ബ്ലൗസ് വരുമ്പോഴും നമുക്ക് ആ ഒരു ഡിസൈനിൽ വരുന്ന ബ്ലൗസ്. ഇത് 17 അല്ലേ? 17. 18 നോക്കിയേ, ഒരു പിങ്ക് ആൻഡ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ 18. 19 അഗെയിൻ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, ഡിസൈൻ ഡിഫറെൻ്റ് ആണ്, കളർ കോമ്പിനേഷൻ സെയിം ആണ്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ 19. 20 അഗെയിൻ നമ്മുടെ ഒരു ബിസ്ക്കറ്റ് കളർ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. ബിസ്ക്കറ്റ് കളർ ആൻഡ് ഒരു ഓണിയൻ പിങ്ക് കോമ്പിനേഷൻ. ബ്ലൗസ് വരുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ വരുന്ന ബ്ലൗസ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരി. 20. 21 സെയിം കോമ്പിനേഷൻ, ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. 21 സെയിം കോമ്പിനേഷൻ, ഡിസൈൻ ഡിഫറെൻറ്റ്. 22 ഇതാണ് കോമ്പിനേഷൻ. ഇതും ഒരു ബേജിൻ്റെ ലൈറ്റ് ടോൺ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. 22. ഇത്രയും സാരീസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്